അപ്പോൾ നമുക്കിന്നൊരു അൺബോക്സിങ് നോക്കിയാലോ. ഇത് ബ്ലൂ ആർമർ എന്ന് പറഞ്ഞ കമ്പനിയുടെ ഒരു ഹെൽമെറ്റിൽ വെക്കുന്ന ബ്ലൂടൂത്തിൻ്റെ സിസ്റ്റമാണ്. അപ്പോൾ ഓൾറെഡി ഞാനിപ്പോൾ ഒന്ന് യൂസ് ചെയ്യുന്നുണ്ട്. അത് മോട്ടോ ടോർക്കിൻ്റെ ആയിരുന്നു. അത് ഇപ്പോൾ 2 വർഷത്തോളമായി. അപ്പോൾ അതിൻ്റെ ചാർജിങ് പോർട്ടും കാര്യങ്ങളൊക്കെ കംപ്ലൈൻറ്റ് വന്നു. അപ്പോൾ ഇതിപ്പോൾ പുതിയ വാങ്ങി. അതിൻ്റെ വില വരുന്നത് 2990 ആണ്. എനിക്കൊരു 2850 ഡിസ്കൗണ്ട് വെച്ച് 2850 സാധനം കിട്ടി. അപ്പോൾ നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇതിൻ്റെ അകത്ത് വരുന്നത് ഇതാണ് ഇതിൻ്റെ ബാറ്ററി കാര്യങ്ങളും വരുന്നത്. ഇതിൻ്റെ യൂണിറ്റ്, ഇതിനകത്ത് സ്വിച്ച് ആക്കി കൺട്രോളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതിൻ്റെ ലൈറ്റ് ഇൻഡിക്കേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതിൻ്റെ അടിയിൽ ഇതിൻ്റെ 2 സ്പീക്കേഴ്സ്. ഓക്കെ, ബാക്കിയുള്ളത് ഇതിന് ടൈപ്പ് സി ചാർജിങ് ആണ് വരുന്നത്. അപ്പോൾ ഒരു ടൈപ്പ് സി ചാർജിങ് കേബിൾ കൊടുത്തിട്ടുണ്ട്. അതും ബ്ലൂ ആർമറിൻ്റെ തന്നെയാണ് കേട്ടോ വരുന്നത്. പിന്നെയുള്ളതൊരു യൂസർ മാനുവൽ. ഇത്രയും സാധനമാണ് ബോക്സിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ആയിട്ടുള്ളത്. യൂസർ മാനുവലിൽ അതിനെങ്ങനെ കണക്ട് ചെയ്യേണ്ടത്, അതിൻ്റെ ബാക്കി ഇതൊക്കെ ഒരു ആപ്പ് വെച്ചാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഇവരുടെ ബ്ലൂ ആർമർ എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ട്. ഇവരുടെ ആപ്പ് വഴിയാണ് സാധനം മൊത്തം നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്. അത്യാവശ്യം ക്വാളിറ്റിയുള്ള സാധനമാണ് കേട്ടോ. മെയ്ഡ് ഇൻ ഇന്ത്യ ആണ് സാധനം. ഇത് നമുക്കിതിങ്ങോട്ട് മാറ്റി വെക്കാം. എന്നിട്ട് ബാക്കി പ്രൊഡക്റ്റിൻ്റെ കാര്യങ്ങൾ നോക്കാം. ഇതാണ് അപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റ്. ഇത് അത്യാവശ്യം വെയിറ്റ്, ക്വാളിറ്റി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കാണുമ്പം തന്നെ. അത്യാവശ്യം വെയിറ്റ് ഉണ്ട്. സ്പീക്കറൊക്കെ വെയിറ്റ് ഉണ്ട്. മറ്റേതൊക്കെ ഞാൻ ആദ്യം യൂസ് ചെയ്തുകൊണ്ടിരുന്ന വെച്ചാൽ സ്പീക്കർ വെറും പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഇതായിരുന്നു. സൗണ്ട് ക്വാളിറ്റിയും പോരാ. ഇതിപ്പോൾ ഞാൻ എന്തായാലും ഇത് സാധനം വെച്ചൊന്ന് യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ട് ജസ്റ്റ്. അപ്പം സ്പീക്കർ കാര്യങ്ങളൊക്കെ ഭയങ്കര ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്, സൗണ്ടും കാര്യങ്ങളൊക്കെ. ഇത് നമുക്ക് ജസ്റ്റ് ഇത് പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ ഓണാവും. ഇങ്ങനെ ബ്ലൂ കാണും. ഇതിപ്പോൾ ഓൾറെഡി ഞാൻ കണക്ട് ആയത് കൊണ്ടാണ് ഇതിപ്പോൾ ഇങ്ങനെ കാണിക്കുന്നത്. പെയറിംഗ് മോഡാണെങ്കിൽ ഇത് സ്പീഡിൽ ബ്ലിങ്ക് ആവും. എന്നിട്ട് നമുക്ക് പെയർ ചെയ്യാം. അതുപോലെ തന്നെ ചാർജിങ് വരുമ്പോൾ ഇതിനകത്ത് പച്ച ലൈറ്റ് കത്തും. അപ്പം ഇത്രയാണ് സാധനം. ഇനി ഇതിൻ്റെ ലോങ് ടേം റിവ്യൂ ഞാൻ നോക്കിയിട്ട് പിന്നെ പറഞ്ഞുതരാം. ചാർജ് അവർ പറയുന്നത്, കമ്പനി പറയുന്നത് നമുക്ക് 20 hours വരെ ബാക്കപ്പ് കിട്ടുമെന്നാണ് അവർ പറയുന്നത്. പിന്നെ ആപ്പ് വഴി കൺട്രോള്, വോയിസ് അസിസ്റ്റൻസ്, നമ്മൾ ഇതില്ലേ ഗൂഗിൾ അസിസ്റ്റൻസ്, പിന്നെ സാംസങ് ആണെങ്കിൽ ബിക്സ്ബി വരും. ആപ്പിളാണെങ്കിൽ സിറി, അങ്ങനെയുള്ള എല്ലാ വോയിസ് അസിസ്റ്റൻസ് ഇതിനകത്ത് വർക്ക് ചെയ്യും. പിന്നെ ഇതിനകത്ത് അപ്ഡേറ്റ്സ് പറയുന്നുണ്ട് അവർ, OT അപ്ഡേറ്റ്സ്. എന്താ കാരണം അതിനെ അങ്ങോട്ട് നോക്കിയാലേ അറിയൂ എന്താ സംഭവം വരുന്നതെന്നൊക്കെ. എല്ലാ ഹെൽമെറ്റിലും പറ്റും. ഹാഫ് ഫേസ് ആണെങ്കിലും ഫുൾ ഫേസ് ആണെങ്കിലും എല്ലാ ഹെൽമെറ്റിലും സാധനം മൗണ്ട് ചെയ്യാൻ പറ്റും. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് MTയുടെ Thunder 3 ആണ്. അപ്പോൾ അതിൻ്റെ അകത്ത് എങ്ങനെ മൗണ്ട് ചെയ്യാൻ പറ്റും നമുക്ക് നോക്കാം. പിന്നെ ഇത് അതിൻ്റെ കൂടെ വരുന്നതാണ്. ഞാൻ നേരത്തെ ഓൾറെഡി അൺബോക്സ് ചെയ്തതുകൊണ്ട് ബോക്സിന് ഞാൻ മാറ്റി. ഇതൊക്കെ അതിൻ്റെ വെൽക്രോ, ബാക്കി സാധനങ്ങളൊക്കെ. ഈ വെൽക്രോ എന്ന് വെച്ചാൽ നമുക്ക് സ്പീക്കർ കാര്യം ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് കൂടുതൽ നമ്മുടെ ചെവിയുടെ അടുത്തേക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ കുറേ വെൽക്രോ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നമുക്ക് ഓരോ ഹെൽമെറ്റിന് പറ്റിയ രീതിയിൽ നോക്കിയിട്ട് ഫിക്സ് ചെയ്യാനുള്ളതാണ്. ഇതിൻ്റെയൊക്കെ വെൽക്രോ ആണ് ഇതൊക്കെ. അപ്പോൾ ഓക്കെ, ഞാൻ എന്തായാലും ഒന്ന് ഫിറ്റ് ചെയ്തിട്ട് ബാക്കി കാണിച്ചു തരാം. ഇതാണ് നമ്മൾ ഹെൽമെറ്റിൽ മൗണ്ട് ചെയ്ത് കഴിയുമ്പോഴുള്ളത്. ഇതിൻ്റെ ബാറ്ററി ഇവിടെ വരും. ഇവിടെ ഒരു ക്ലാമ്പ് അവർ കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഒട്ടിച്ചിട്ട് ഇത് അതിനകത്ത് വെച്ച് റെഡിയാക്കി വെക്കുക. പിന്നെ ഇത് അതിൻ്റെ ലെഫ്റ്റ് സ്പീക്കറും ഇവിടെ റൈറ്റ് സ്പീക്കർ ഇവിടെ. വയർ നമ്മൾ അകത്തോടെ വെച്ചൊന്ന് ജസ്റ്റ് ഒരു ടാപ്പ് വെച്ച് ഒട്ടിച്ച് കൊടുക്കുക. ഇനിയിപ്പോൾ നമുക്ക് ഇത് വേണ്ടി ഇതിൻ്റെ പാഡിങ്സും കൂടി ഇടുമ്പം നമ്മൾ ഇത് സാധനം ഹെൽമെറ്റിനകത്ത് ഉണ്ട് തന്നെ അറിയില്ല. അതുപോലത്തെ ഒരു സെറ്റപ്പായി കിട്ടും. അപ്പോൾ ഓക്കെ, എൻ്റെ ഹെൽമെറ്റ് MTയുടെ ഹെൽമെറ്റാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഇതൊന്ന് വെച്ചിട്ട് ട്രാവൽ ചെയ്താൽ ബാക്കി അറിയാം. നോയിസ് ക്യാൻസലേഷനൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. എങ്ങനെയാണ് അത് എത്രത്തോളം അതിനകത്ത് വർക്കാവുന്നുള്ള അറിയില്ല. എന്തായാലും നോക്കാം. അപ്പോൾ ഓക്കെ, ബൈ. ഇനി നമുക്ക് അടുത്ത വീഡിയോ കാണാം.